സുഹൃത്തുക്കളെ, ഇന്ന് ഭാഷയെക്കുറിച്ചും കണക്കിനെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാം എന്ന് കരുതുന്നു. അവിടെ EMSനെ കുറിച്ച് പറയാനുണ്ട്, കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ച് പറയാനുണ്ട്, കുംഭകർണനെക്കുറിച്ച് പറയാനുണ്ട്, ഒക്കെയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായി ചുമതല ഏറ്റെടുത്ത മണ്ണാർക്കാട് MLA കൂടിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഷംസുദ്ദീൻ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്ക് പറഞ്ഞ ഇതിനകത്ത് ടങ് സ്ലിപ്പ് വന്നു. ഇത് വളരെ വലിയ ട്രോളായി മാറി. ഇടത് സൈബർ ഹാൻഡിലുകൾ മുഴുവൻ അതിരുന്ന് ആഘോഷിക്കുക ചെയ്യുന്നത്. കണക്ക് പറഞ്ഞതിനകത്ത് പിഴവ് പറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇത് തുടങ്ങി വെച്ചത് ഇടതുപക്ഷക്കാരാണോ കമ്മ്യൂണിസ്റ്റുകാരാണോ എന്ന് ചോദിച്ചാലില്ല. കാരണം ഇതിനു മുമ്പ് ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്കിനകത്ത് ഫിഗർ പറഞ്ഞപ്പം അത് പറഞ്ഞപ്പം പിഴവ് പറ്റിപ്പോയി. നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ സംഖ്യകളൊക്കെയാണ് കേൾക്കുന്നത്. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ശിവൻകുട്ടിയുടെ കേസ് പറഞ്ഞു, ഷംസുദ്ദീൻ്റെ കേസ് പറഞ്ഞു. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള നിയമസഭയിൽ ഒരിക്കൽ സംസാരിക്കുന്ന സമയത്ത് നസ്രിയ നസീം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഭാര്യ നസ്രിയയെക്കുറിച്ച് പേര് പറഞ്ഞപ്പം പേര് മാറിപ്പോയി. അദ്ദേഹം എന്തോ മരുന്ന് കഴിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ബ്ലഡ് പ്രഷറിൻ്റെ ലെവലിൽ വ്യതിയാനം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണെന്നുള്ളത് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പുള്ളും പുഷും അറിയാത്തവരാണോ മലയാളി? ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ പുള്ളും പുഷും ഗ്ലാസ് ഡോർ ആണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുള്ള് എന്ന് എഴുതിയെടുത്ത് നമ്മൾ പുഷ് ചെയ്യും, പുഷ് എന്ന് എഴുതിയെടുത്ത് പുള്ള് ചെയ്യും. ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എനിക്കറിയില്ല അത് സംഭവിക്കാത്ത ഏതെങ്കിലും ദിവ്യശക്തിയുള്ള ആൾക്കാർ എൻ്റെ മുമ്പിൽ പ്രേക്ഷകരായിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത്. എനിക്കും പലവട്ടം പറ്റിയിട്ടുണ്ട് ഈ അബദ്ധം. ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുമ്പം അറിയാതെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പോകും. ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ ലെഫ്റ്റിലേക്ക് തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കൂട്ടിക്കോ, പിന്നെ ഇൻഡിക്കേറ്റർ ഓഫാക്കില്ല. അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിന് വല്ല ടോണും വെക്കണം, ശബ്ദം വല്ലതും വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മറന്നുപോകും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്നുള്ള, അത്രയും നിസ്സാരനാണ് മനുഷ്യൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ടങ് സ്ലിപ്പിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് ശരിക്കും കുംഭകർണനിൽ നിന്നാണ്. കുംഭകർണൻ രാക്ഷസ രാജാവായിരുന്ന രാവണൻ്റെ സഹോദരനാണ്. രാക്ഷസ രാജാവ് എന്നൊക്കെ പറയുന്നത് തന്നെ സത്യത്തിൽ അതിനകത്ത് ഒരു വംശീയ അധിക്ഷേപമുള്ള രീതിയിലാണ്. രാക്ഷസനായിട്ട് അവരെയും ദേവന്മാരായിട്ട് വെളുത്തവരെയും സവർണരെയും അവതരിപ്പിക്കുന്നതിനകത്ത് ഐതിഹ്യങ്ങൾക്കകത്ത് പോലും ഈ വർണ്ണവെറി കടന്നുകൂടിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് കുംഭകർണൻ 6 മാസം കടന്നുറങ്ങും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭകർണൻ ബ്രഹ്മാവിനോട് എനിക്ക് നിദ്രാധീനത്വം വേണം എന്ന് വരം ചോദിച്ചു. അതായത് ഉറക്കത്തെ അതിജീവിക്കാനുള്ള ഉറക്കമില്ലാത്ത അവസ്ഥ വേണം എന്ന വരം ചോദിച്ചു എന്നും, സരസ്വതി ദേവി നാക്കി കയറിയിട്ട് കുളുക്കിയിട്ട് ഈ വരം തെറ്റിച്ച് നിദ്രാലുത്വം വേണം എന്നാക്കി മാറ്റി എന്നുമാണ്. പിന്നീട് ഇടപെടലുണ്ടായിട്ട് പിന്നീട് അന്ന് 6 മാസത്തേക്ക് എന്ന് ഉണർന്നിരിക്കാനുള്ള അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇന്ന് റെഫർ ചെയ്തപ്പം വിക്കിയിൽ പറയുന്നത് അങ്ങനെ നിദ്രാലുത്വം എന്നും നിദ്രാധീനത്വം എന്നുള്ള വാക്കല്ല. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ വരം ഇദ്ദേഹം ചോദിക്കാനിരുന്നത് ഇന്ദ്രന്റെ സിംഹാസനമായ ഇന്ദ്രാസനം വേണം എന്നായിരുന്നുവെന്നും, എന്നാൽ ഇന്ദ്രാസനം എന്ന് ആവശ്യപ്പെടാനിരുന്ന കുംഭകർണന്റെ നാവിൽ നിന്നും സരസ്വതി ദേവി അദ്ദേഹത്തിൻ്റെ നാവ് നിയന്ത്രിച്ച് അത് ഇന്ദ്രാസനത്തിന് പകരം നിദ്രാസനം എന്ന വാക്കിലേക്ക് എത്തിച്ചു എന്നുള്ളത് അതും അനന്തമായ ഉറക്കമാണ്. പക്ഷേ ബ്രഹ്മാവ് അങ്ങനെ നിത്യ ശാന്തികൾ നേർന്നു, എന്നും കിടന്നുറങ്ങിക്കൊള്ളാനുള്ള വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് രാവണൻ ഈ ശാപമായ ഈ വരം തിരിച്ചെടുക്കാൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുകയും അങ്ങനെ കുംഭകർണന് 6 മാസം ഉണർന്നിരിക്കാനും 6 മാസം ഉറങ്ങാനുമുള്ള, അതായത് ഒരു വിട്ടുവീഴ്ച കോംപ്രമൈസ് ചെയ്തു അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇതിനെ അങ്ങനെയൊക്കെ തന്നെ കാണാനുള്ളൂ. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ജീവിതം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വേണ്ട, ഭാഷ വലിയ കാര്യമാണോ? ഇപ്പം എൻ്റെ അനിയത്തി അവൾ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അംഗനവാടി അല്ലെങ്കിൽ നഴ്സറി സ്കൂൾ UKG സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത നാട്ടിലെ വളർന്നത്. അപ്പോൾ എന്നെ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നതിന് മുമ്പേ 100 വരെ എണ്ണാനും അതേപോലെ തന്നെ മലയാളം അക്ഷരമാലയും ഒക്കെ പപ്പയും മമ്മിയും പഠിപ്പിച്ചു തന്നിരുന്നു. മമ്മിയാണ് കൂടുതലും പഠിപ്പിച്ചു തന്നിരുന്നത്.
ഞാൻ പിന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അടുത്ത വർഷം അനിയത്തിയെ രാജിയെ 1ാം ക്ലാസ്സിൽ ചേർക്കണം. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന പണി എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ എങ്ങനെ പറഞ്ഞാലും 8, 9, 10 അത് കറക്റ്റാണ്. 18, 19 പിന്നെ 19, 10 21, 22 അങ്ങനെ പോയിട്ട് 29, 20, 10 പിന്നെ 38, 39, 30, 10 എല്ലാം ഈ 10 ചേർത്തിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെ നോക്കിയാലും തിരുത്താൻ പറ്റുന്നില്ല. അത് കുട്ടികൾക്ക് പറ്റുന്ന കാര്യം. അല്ലെങ്കിൽ തന്നെ സംസാരിക്കാൻ എന്തിനാണ് ഭാഷ? എന്തിനാണ് ഇവിടെ ജന്മനാ സംസാരശേഷി ഇല്ലാത്ത, കേൾവിശേഷി ഇല്ലാത്ത മനുഷ്യർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടുത്തെ ഭാഷ അറിഞ്ഞിട്ടാണ് നമുക്ക് നമ്മളെ ആംഗ്യത്തിലൂടെ കാര്യങ്ങൾ നടക്കും. വിശന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളൊരു കുപ്പി വെള്ളം കൊടുക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യില്ലേ? ഭാഷയുടെ ആവശ്യം എന്തിനാ? സംസാരശേഷി എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. സംസാരിക്കാനും പിന്നെ ശ്രവിക്കാനും ശേഷിയില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരിക്കുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ മനുഷ്യരുടെ ചെറിയ ടങ് സ്ലിപ്പിനെ കളിയാക്കുന്നത് എന്നുള്ളത് വലിയൊരു വൈചിത്രമായിരുന്നു. ഞാൻ പോലും അറിയാതെ ഇതിൻ്റെ ഭാഗമായി പോകാറുണ്ട്. മലയാളികൾക്കിടയിലാണ് ഇത്തരം പരിഹാസങ്ങൾ ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. ഉറപ്പുകളെ പരിഹസിക്കുക. അയാൾക്ക് ഒരു മൈനസ് ഉണ്ടെങ്കിൽ 10 പോസിറ്റീവ് നമ്മളെക്കാൾ കൂടുതലുണ്ടാവും അയാൾക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പല കഥാപാത്രങ്ങളും ഈ പിന്നെ ജന്മന ഈ പിന്നെ സംസാരശേഷി ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിപരമായ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ആളുകൾക്ക് അപാരമായ കരുത്തായിരിക്കും. അവർ മറ്റൊരാളെടുക്കുന്നതിൻ്റെ 4 ഇരട്ടി പണിയെടുക്കും അവർ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. വേണ്ട, നമ്മൾ എവിടെയും നിന്നിട്ട് പിന്നെ ഈ ഒരു പാതിരാത്രിയിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സിഗരറ്റ് പിടിക്കുമ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്നുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ സിഗരറ്റ് എടുത്ത് കൊടുക്കും. അതല്ലെങ്കിൽ അവരുടെ അടുത്ത് ലൈറ്റർ ഉണ്ടാവില്ല. അവർ സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടും, ഇങ്ങനെ കാണിക്കുകയുള്ളൂ. ലൈറ്റർ കൊടുക്കും, അവർ കത്തിക്കും, തിരിച്ചു തരും. താങ്ക്സ് പറയലൊന്നും ഉണ്ടാവില്ല. പുകവലിക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് അവർ സിഗരറ്റ് ചോദിക്കുന്നില്ല, ലൈറ്റർ ചോദിക്കുന്നില്ല, പിന്നെ എന്നാൽ ലൈറ്റർ കൊടുക്കുന്നുണ്ട്. കാരണം ആവശ്യം കണ്ടറിയാൻ പറ്റുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനാണ് പ്രധാനം. അതിന് ആംഗ്യമായാൽ മതി. അതൊരു കുഞ്ഞ് കരയുമ്പോൾ പാലിനാണെന്നുള്ളത് തിരിച്ചറിയുന്ന രീതിയിൽ തന്നെ അത് വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നില്ലേ? അതിന് അപ്പീരേണ്ട സമയത്ത് അത് നമുക്ക് മനസ്സിലാവുന്നില്ലേ? ചെറിയ കുഞ്ഞാകുമ്പോൾ ഇത് മനസ്സിലാക്കണ്ടേ? ഇതൊന്നും അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക. മലയാളിക്ക് ഏറ്റവും മനോഹരമായിട്ട്, മലയാളി എന്നല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യരും എത്രയും പെട്ടെന്ന് ഒരു ഭാഷയിൽ പഠിക്കുന്നത് എന്താ? തെറി പറയാനാ പഠിക്കുക. എനിക്ക് തെലുങ്കിൽ തെറി പറയാൻ അറിയാം, കന്നഡയിലറിയാം, തമിഴിലറിയാം, ഹിന്ദിയിലറിയാം, അറബിയിലറിയാം, തമിഴിലറിയാം, മലയാളത്തിലറിയാം, ഇംഗ്ലീഷിലറിയാം. തെറി പറയാൻ ഈ ഭാഷകളിലൊക്കെ അറിയാം. ഏത് അത് മലയാളി എന്നുള്ളതല്ല, ഏത് മനുഷ്യനും ആദ്യം മറ്റൊരു ഭാഷയിൽ പഠിക്കുന്നത് തെറി പറയാനാണ് പഠിക്കുക. സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. ഏതൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 99% സാമ്പിൾ എടുത്തിട്ടാണ് പറയുന്നത്. 1% എന്ന് നമുക്ക് ഒഴിവ് കൊടുക്കാം. ഭാഷയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് വേറൊന്നും പറഞ്ഞിട്ടില്ലേ? മാധവിക്കുട്ടി പറഞ്ഞിട്ടില്ലേ? I know 3 languages I used to and I dream in one. എനിക്ക് 3 ഭാഷകൾ അറിയാം. 2 ഞാൻ ഉപയോഗിക്കുന്നു, 1 ഞാൻ സ്വപ്നം കാണുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും അവർ എഴുതുന്നു, മറ്റേത് അവർ സ്വപ്നം കാണുന്ന വിശുദ്ധമായൊരു ഭാഷ. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉമ്മ സംസാരിക്കുന്ന ഭാഷയിലാണ് പിന്നെ എഴുതുന്നതെന്ന്. അദ്ദേഹം എന്തുകൊണ്ട് യഥാർത്ഥ മലയാളത്തിൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതൃഭാഷയിലാണ്, എൻ്റെ മാതാവ് സംസാരിക്കുന്ന ഭാഷയിലാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബെർണാഡ് ഷായെ കോട്ട് ചെയ്തുകൊണ്ട് പ്രൊഫസർ MN വിജയൻ തൃശ്ശൂർ പ്രസ് ക്ലബ്ബിലെ പത്രസമ്മേളനത്തിനിടയിൽ മരണപ്പെട്ടു പോയത്. ഒക്കെ ഒരു മനോഹരമായ മരണം, കൊതിപ്പിക്കുന്ന മരണം. അങ്ങനെയൊക്കെ മരിക്കാൻ പറ്റിയതൊക്കെ വലിയ ഭാഗ്യമാണ്. ഞാനൊക്കെ അങ്ങനെ ഒന്ന് കടന്ന് മരിക്കുന്നു തോന്നുന്നില്ല, നരകിച്ചേ മരിക്കുള്ളൂ. അതേപോലെ തന്നെ വിക്കിനെ കുറിച്ച് EMSന് വളരെ EMSന്റെ സുപ്രസിദ്ധമായൊരു വിക്ക് നമുക്കറിയാലോ. എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഭാരതം എന്ന് പറയുകയാണെങ്കിൽ ഭാരതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന രീതിയുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ സൗന്ദര്യം അതായിരുന്നു. അദ്ദേഹത്തോട് ഒരിക്കലും ആരോ ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴും വിക്കുണ്ടോ എന്ന് ചോദിച്ചു. ചിരിക്കൊന്നും ചെയ്യാതെ വളരെ ഗൗരവമായിട്ട് EMS പറഞ്ഞ്
എപ്പോഴൊന്നുമില്ല, സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇത്ര രസകരമായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്തെന്നുള്ള എത്ര മനോഹരമായിട്ടുള്ള ഒരു തമാശ. നിങ്ങൾക്ക് എപ്പോഴും വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴൊന്നും വിൽക്കില്ല, സംസാരിക്കുമ്പോൾ മാത്രമേ വിൽക്കുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ല ക്ലാസിക് മറുപടി എന്താ? കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയ്ക്കകത്ത് പറയുന്നില്ല ഇങ്ങനെ. നമ്മൾ ഈ ന്യൂനതകളെ പോസിറ്റീവായിട്ട് കാണണ്ടേ? കുഞ്ഞുണ്ണി മാഷ് സ്വന്തം തീരെ ഉയരയില്ല. ഞാൻ കുഞ്ഞുണ്ണി മാഷിന്റെ കൂടെ ഒരുമിച്ച് EMSന്റെ കൈ പിടിച്ച് കുറച്ചു നേരം കൂടെ അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗ്യം ചെറിയ പ്രായത്തിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സെമിനാറിലേക്ക് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റെ കൂടെ ഒരു ദിവസം കൊണ്ടു നടക്കാനും കുഞ്ഞുണ്ണി മാഷിന്റെ കൂടെ ഒരുമിച്ച് ലഞ്ച് കഴിക്കാനും. കാരണം അദ്ദേഹം പ്യുവർ വെജിറ്റേറിയനാണ്. ഏതെങ്കിലും കോവിലകത്തോ അങ്ങനെയുള്ള എവിടെയെങ്കിലും ഇല്ലത്തോ വേണം, ഭക്ഷണം വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മഞ്ചേരി കോവിലകത്ത് വെച്ചിട്ടാണ് പ്രൊഫസർ പി ഗൗരി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മാത്സ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്, പ്രൊഫസർ പി ശ്രീധരൻ ഞങ്ങളെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്, അവർ സഹോദരന്മാരാണ്. അവരുടെ പിന്നെ ഗൗരി ടീച്ചറും മോളൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവരെ വീട്ടിലാണ് ഭക്ഷണം ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, അന്നത്തെ ഗുരുവായൂർ MLA ശ്രീ PT കുഞ്ഞു മുഹമ്മദും ഉണ്ട്, ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള. അപ്പം ഞാൻ ഇവരെ കൊണ്ട് പോകുന്നത് ഈ കുഞ്ഞുണ്ണി മാഷ് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ആ ഉയരക്കുറവിനെക്കുറിച്ച്. പിന്നെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീനിവാസൻ പലപ്പോഴും സ്വന്തം രൂപത്തെ ട്രോളിക്കൊണ്ട് എത്ര രസകരമായിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗങ്ങളിൽ പറയാറുണ്ട്. അങ്ങനെ നമ്മളെ ന്യൂനതകളെ നമ്മുടെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയേണ്ടതുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായിരുന്നാലും പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, സൗന്ദര്യമില്ലായ്മയാണ് എൻ്റെ സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.